കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് നമ്മുടെ അമ്മൂമ്മക്കാവിൽ പൊങ്കാലയും വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരാറുണ്ട്. ഇക്കൊല്ലവും ദാ അതേപോലെ നമ്മൾ അമ്പലത്തിൽ പോവുകയാണ്. ഇപ്രാവശ്യം ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണ്, നമ്മൾ വീടൊക്കെ വെച്ചിട്ടാണ് ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അന്നദാനം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. വളരെ പച്ചപ്പ് നിറഞ്ഞതും വളരെ എന്താണ് ഒരു ഗ്രാമമാണ്. അത് ഞാൻ നിങ്ങളുടെ എപ്പോഴും പറയുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മളിതാ പോയപ്പോൾ അവിടെ വയലിലൊന്നും ഇപ്രാവശ്യം കൃഷി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നെങ്കിൽ നെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാത്രമല്ല ഇപ്രാവശ്യത്തെ വഴി കുറച്ച് വീതി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി നമുക്കിനി ടൂ വീലറൊക്കെ അമ്പലത്തിൻ്റെ താഴെ വരെ, അതായത് നമുക്ക് ആ എന്താ പറയുക, ആ ഒരു ഇതുണ്ട് ഇവിടെ, ഒരു തോടുണ്ട്. ആ തോട് വരെ നമുക്ക് വണ്ടി കൊണ്ട് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. മറ്റേത് അത്രയും ദൂരം ചിലർക്ക് ഈ വയ്യാത്തവർക്കൊക്കെ നടക്കണമായിരുന്നല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടാകില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പാടത്തോടൊക്കെ നടന്ന് നമ്മളിതാ തോടിൻ്റെ കരയിലെത്തി. തോടിൻ്റെ കരയിലാണ് നമ്മുടെ അമ്പലം എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. വളരെ ക്ലിയർ ആയിട്ട് പോകുന്ന വെള്ളമാണ് കേട്ടോ തോട്ടിലെ വെള്ളം. അപ്പോൾ നമുക്കിനി അന്നദാനം കഴിക്കാം. ക്യൂവിൽ നിൽക്കുന്നതും അന്നദാനം വാങ്ങിക്കുന്നതൊക്കെ ഞാൻ നമ്മുടെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. എന്ത് ടേസ്റ്റുള്ള അന്നദാനമാണെന്ന് അറിയാമോ. അത് കഴിച്ചിട്ട് നമ്മൾ നേരെ പാത്രം കഴുകാനായിട്ട് തോട്ടിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ തോട്ടിൽ കുറച്ച് വെള്ളം കുറവാണ്. കാരണം വേനലൊക്കെ ആയതുകൊണ്ടാണ്. നമുക്ക് മഴ പെയ്യുന്ന സമയത്തും കനാലിൽ വെള്ളം തുറന്നു വിടുന്ന സമയത്തും തോട്ടിൽ ഇതിലും ഒരുപാട് വെള്ളം ഉണ്ടാവും കേട്ടോ. എനിക്കാണെങ്കിൽ വെള്ളത്തിലൊന്ന് ഇറങ്ങി അടിച്ച് തനിച്ച് കുളിക്കാനുള്ള നല്ലൊരു ത്വരയുണ്ട് കേട്ടോ. കാരണം അത്ര നല്ല തണുത്ത വെള്ളമാണ്. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ വൃത്തികേടായിട്ടൊന്നും കിടക്കുന്ന ഏരിയ അല്ല. ഭയങ്കര ക്ലിയറാണ്. അടിയിലുള്ള മണ്ണും പാറയും വരെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത്രയ്ക്കും നല്ല വെള്ളമാണ്. എനിക്കൊന്ന് കുറേ ആൾക്കാരൊക്കെ ഇതിൽ കുളിക്കുന്നത്, അത് മുകളിലോട്ട് പോകുന്നതോറും ആൾക്കാരൊക്കെ ഇതിൽ കുളിക്കുകയും നനയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വെള്ളം ഇതിൽ നിന്ന് എടുക്കാറുണ്ട്. അമ്മയും അങ്ങനെ പാത്രം കഴുകാനായിട്ട് വന്നതാണ്. ഈ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോയതാണ്. ഇതെൻ്റെ ഏട്ടനാണ് കേട്ടോ, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ അന്നദാനം വാങ്ങിക്കാൻ വന്നപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടതാണ്. ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് ആ അടിപൊളി പായസം ഇങ്ങനെ നടന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനവും സന്തോഷവും മാത്രമല്ല ഈ ഏരിയ കാണാൻ ഭയങ്കര രസമാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ പോകുമ്പോൾ എപ്പോഴും കൂടുതൽ വീഡിയോസ് ഇടാറുള്ളത്. കാരണം ഞങ്ങളുടെ നാട് അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകണം. ഇനി ഈ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ക്ഷീണം നമുക്ക് നടന്ന് തീർക്കാം. കാരണം റോഡിൽ അങ്ങ് അപ്പുറത്താണ് നമ്മൾ കാറിട്ടിരിക്കുന്നത്. അവിടെ വരെ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാവും. വയറൊക്കെ നിറഞ്ഞ് അതിൻ്റെ ഒരു ഒരു എക്സസൈസും കൂടി ആകുമല്ലോ. അങ്ങനെ ഞാനും അമ്മയും അമ്മൂമ്മയും പിന്നെ എൻ്റെ നെയ്ബറും കൂടി നമ്മൾ നടന്ന് വണ്ടിയുടെ അടുത്ത് ഏകദേശം എത്താറായി. അവിടെ നമ്മൾ ഇനി കാറിൽ കയറിയിട്ട് നേരെ വീട്ടിലോട്ടാണ് ഗായ്സ്. ഇവിടെയൊക്കെ കൃഷിയായിരുന്നു. പണ്ടാണെങ്കിൽ ഫുൾ കൃഷിയായിരുന്നു. ഇപ്പം പിന്നെ കുറേ വീടുകളൊക്കെ വന്ന് കുറേ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള നോർമൽ ആദ്യത്തെ വ്ലോഗാണ് ഗൈസ്. ഇതാരാ താഴെ ഒന്ന് വെല്ലിച്ചനാണല്ലോ വരുന്നത്. ഞാൻ കുറച്ച് നെറ്റ് എടുക്കാനായിട്ട് മുകളിൽ വെല്ലിമിച്ചിയുടെ വീട്ടിലോട്ട് പോകാട്ടോ. അപ്പോൾ വിചാരിച്ചൊരു വ്ലോഗ് എടുക്കാമെന്ന്. കണ്ട പറമ്പൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി വിശാലമായ സ്ഥലം. വെല്ലിച്ച, അവിടെ നെറ്റുണ്ടോ അവിടെ? നെറ്റ് ഉണ്ടോ? ആ, വെല്ലിച്ച വരുന്നുണ്ട്. അപ്പം ഞാൻ നെറ്റ് എടുക്കാനായിട്ട്, എനിക്കിവിടെ ഒട്ടും നെറ്റ് കിട്ടുന്നില്ല കേട്ടോ. ആ, ഹൈ സ്പീഡ് ഉണ്ടോ? നമുക്കാദ്യം നെറ്റ് എടുത്തിട്ട് വരാം. ഒരു വീഡിയോ ഷോർട്ട് അപ്ലോഡ് ചെയ്യാനുണ്ടേ. അയ്യാ, ജലദോഷമാണ്. കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. ഇതാ വരുന്നു. അങ്ങനെ നമുക്ക് നെറ്റ് കിട്ടി ഗൈസ്. അങ്ങനെ അയ്യോ, ഇവിടെ നിന്നാലേ മല കാണാം. ഞാൻ കാണിച്ചു തരാമേ. ആ കാണുന്നുണ്ടോ? എവിടെ? ഇത് മലയാണ് ഗൈസ്. ഞാൻ എന്തിനാണ് ഈ ഗായ്സ് പറയുന്നത്? എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയത്തില്ല. അതാ നമ്മുടെ ആഗ്രഹം. ഇതൊക്കെ പണ്ടേ ഇതായിരുന്നു, കാപ്പിത്തോട്ടമായിരുന്നു. ഒരു സമയത്ത് കാപ്പിപ്പൂ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതാണ് എന്തോ രസമാണെന്ന് മാത്രമല്ല ഭയങ്കര മണമായിരിക്കും കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ, നമ്മുടെ പണ്ടത്തെ വഴിയാണ്. നമുക്ക് താഴോട്ട് പോവാം. ഇതിങ്ങനത്തെ ഉള്ളൂ, ഇതാണ് സ്പൂണില്ലല്ലോ. വേണ്ട, എന്താണ് നമ്മൾ ഈ കാണുന്നത്? ഞാൻ വരട്ടെ അകത്തോട്ട് വന്നിട്ട്.
വാഷിംഗ് മെഷീൻ ഒന്നും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു അലക്ക് കല്ല് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ ആട്ടോ വെച്ചത്. തുണിയൊക്കെ കഴുകി ഇങ്ങനെ വെച്ചിട്ട് ഒറിയോയ്ക്ക് നടക്കാനായിട്ട് കൊണ്ടുവന്നു കേട്ടോ. ഒറിയനെ കുളിപ്പിച്ചിട്ട് അവനിങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാൻ നടക്കാൻ റോഡിലോട്ട് കൊണ്ടുവന്നതാണ്. ഇതാണ് എൻ്റെ പാറ്റ. അമ്മുമ്മയുടെ ചേച്ചിയോ അനീത്തിയോ ആരാണ് കേട്ടോ, അങ്ങനെ എന്തോത്താണ്. അനീത്തിയ ചേച്ചി എന്താണ്. അപ്പോൾ ആൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ഒട്ടും വയ്യ. അപ്പം ഏറ്റവും മുകളിലാണ് താമസിക്കുന്നത്. വൈകുന്നേരം ആകുമ്പം ചായ കുടിക്കാനായിട്ട് താഴോട്ട് ഇറങ്ങി വരും കേട്ടോ. അപ്പം ഒറിയോയ്ക്ക് ഒന്ന് നടത്തിയിട്ട്, അതായത് ഒറിയനെ ഒന്ന് നടത്തിയിട്ടൊക്കെ നമ്മൾ മുകളിലോട്ട് പോവാണ്. ഇതാണ് നാട്ടിൽ വന്നാൽ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ് നൈറ്റിയൊക്കെ ഇടാനായിട്ട്. ഭയങ്കര കംഫർട്ടബിൾ ആണല്ലോ. ചൂട് തുടങ്ങി ഇവിടെ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഇനിയിപ്പം ചായയൊക്കെ കുടിക്കണം. മാത്രമല്ല ഞാൻ നിങ്ങളൊരു കാര്യം കാണിക്കാം കേട്ടോ. ഇതുപോലെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ചെറിയ ഏജിൽ, അതായത് നമ്മൾ നാട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഒത്തിരി പ്രാവശ്യം നമ്മളിതായിരുന്നു, നമ്മുടെ ലൈഫ് ഇങ്ങനെയായിരുന്നു. അതെന്താണെന്നുള്ളതല്ലേ വരും കാണിച്ചു തരാം ഞാൻ. അങ്ങ പാവപ്പെട്ട ഒരു കൊച്ച് എനിക്കിത് ഭയങ്കര നല്ല ഓർമ്മകളാണ് വരുന്നത്. കാരണം ഞങ്ങൾ പണ്ട് വർഷങ്ങളുടെ ഞാനും എൻ്റെ കൂട്ടുകാരിയൊക്കെ ആയിരുന്നു ഇതിങ്ങനെ റബ്ബർ തോട്ടത്തിലെ വിറകെടുക്കാൻ പോകുന്നത്. ഈ റബ്ബർ തോട്ടമൊക്കെ പറഞ്ഞാൽ വീടായിരുന്നു. ഞങ്ങളുടെ റിലേറ്റീവ്സിന് തന്നെയായിരുന്നു വീടും മുറ്റവും ഒക്കെ ആയിട്ട്. ഭയങ്കര കിണറൊക്കെയുള്ള സ്ഥലമായിരുന്നു. അതെല്ലാം പിന്നീട് കൈമാറിയും വീടെല്ലാം നികത്തി അവിടെ ഇപ്പം റബ്ബറും തോട്ടമായി. ആ ആളുടെ പെർമിഷൻ ഇല്ലാതെ കേട്ടോ ഞാൻ അവിടെ കയറുന്നത്. ഈ വീഡിയോ അവർ കാണുമോ വിചാരിക്കും, അവരെന്നും ഇത് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കുമെന്ന്. ഞാൻ ജസ്റ്റ് ഒരു കൊതി കൊണ്ട് ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ. ഞാൻ പെട്ടെന്ന് തിരിച്ച് കയറുകയും ചെയ്തു. ഒരു രസം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനും എൻ്റെ ഫ്രണ്ടും ഒക്കെ പണ്ട് ഇഷ്ടം പോലെ താഴെ ലിസിയമ്മയുടെ തോട്ടത്തിൽ പോയി വിറക് പറകിക്കൊണ്ടിരുന്നായിരുന്നു കേട്ടോ. കണ്ടോണ്ട് വരണം. അത് വേറെ കല്ലിയത് നമുക്ക് ഇത്രയും വിറക് കിട്ടി. മാമി അവിടെ പോയി മൊത്തം അരിച്ചു വറക്കുന്നുണ്ട്. ഇതാണ്ട് ആ കിടക്കുന്നത് എനിക്ക് മതിയോ. ഇത് ആ കിടക്കുന്നടി അത് മുറിച്ചിട്ടതാ, ഒടിഞ്ഞു വീണതല്ല. അത് മുറിച്ചിട്ടത് അവരിട്ടേക്കുന്നതായിരിക്കും. നമുക്ക് അല്ലാത്തത് മാത്രം മതി. ഇതിന് ഞാൻ അങ്ങനെ ചാടും അങ്ങോട്ട് താഴെ ഇടണ്ട. അത് ഇനി നമുക്കിത് വളരെ തന്ത്രപൂർവ്വം കട്ട് ചെയ്ത് ഗൈസ് നമ്മൾ ചാടി ഇതല്ല ലോക്കായോ എന്നൊരു സംശയം. ഇതിനപ്പുറം എന്റെ മേല് യെസ് നമ്മൾ വറക്കി വറങ്ങണ്ടേ. ഇത്രയും മാമിയും കൂടെ പറക്കി വിറക. ഇത്ര ഇല്ല വിറകില്ല ഗൈസ്. ചക്കയെന്ന് പറഞ്ഞാൽ ഞാൻ ജീവൻ കളയാൻ കിട്ടും. ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് നാട്ടിൽ പോയപ്പം കുറച്ച് പഴുത്ത ചക്ക തന്നു. ഒന്ന് മാമി തന്നു. പിന്നെ ഒരെണ്ണം ഞങ്ങൾ ഈ നമ്മുടെ പാലുകാച്ചിൻ്റെ കഴിഞ്ഞിട്ട് കുഞ്ഞമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞമ്മ ബാംഗ്ലൂരിൽ നിന്ന് വന്നതായിരുന്നു. അപ്പോൾ കുഞ്ഞമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ചക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ.
മുഴുത്ത വലിയ ചക്ക. അപ്പോൾ ഞങ്ങൾ വേവിക്കാൻ വേണ്ടി വാങ്ങിച്ച്, പക്ഷേ അത് വരിക്കയായിരുന്നു ഒരെണ്ണം. അപ്പോൾ അതിരുന്ന് പഴുത്തു. അതാണ് അപ്പുറത്തിരിക്കുന്നത്. ഒരെണ്ണം ഓൾറെഡി ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് നമ്മളിത് അത് ചെത്താൻ വേണ്ടി കൊണ്ടുവച്ച കേട്ടോ. അപ്പം ഇത് വന്നിട്ട് ചെമ്പരത്തി വരിക്കയുണ്ടല്ലോ, ആ ഒരു ടൈപ്പാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല മധുരമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ചക്ക തിന്നു എന്ന് തന്നെ പറയാം. ഈ വലിയ ചക്ക നമ്മൾ കട്ട് ചെയ്തപ്പോഴാണ് അത് അത്ര വരിക്കയല്ല. സാധാരണ അമ്മൂമ്മയാണ് ചക്ക നമുക്ക് കട്ട് ചെയ്ത് തരണം. ഇനി ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് എൻ്റെ കൈ അങ്ങനെ മുറിഞ്ഞാലൊന്ന് പേടിച്ചിട്ട്. പക്ഷേ ഇപ്രാവശ്യം അത് തിന്നാനുള്ള ത്വര കാരണം അമ്മൂമ്മ ചായ ഇടുമായിരുന്നു. അപ്പോൾ ആ സമയം നോക്കി ഞാൻ ചക്ക ഇങ്ങനെ വെട്ടി പറക്കിയതാണ്. നല്ല മധുരമുള്ള നല്ല ചക്ക. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ വീടിൻ്റെ ആ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ 3-4 ചെറിയ പ്ലാവ് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ മറ്റേ ബഡ് തയ്യോ അങ്ങനെ എന്തോ പറയുമല്ലോ, അങ്ങനത്തെ ഒരു 2-3 പ്ലാവോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവയ്ക്കണമെന്നുള്ളത്. ഇനിയിപ്പം നമ്മൾ നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തായാലും ചക്കയൊക്കെ ഭയങ്കര ആവശ്യമുള്ളൊരു കാര്യമാണ്. എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ വാങ്ങിച്ച് വെക്കണം കേട്ടോ, സ്പേസ് ഉള്ള ആൾക്കാർ. പാറ്റ കയറിയൊന്ന്, ഞാൻ പാറ്റയെന്ന് കേട്ടോ വലിയമ്മച്ചിനെ വിളിക്കുന്നത്. പണ്ട് മുതലേ അങ്ങനെയാണ്. പടിഞ്ഞാറ്റിൽ അമ്മേനെ ഞങ്ങൾ മിനിമൈസ് ചെയ്തിട്ട് ചെറുതാക്കി പാറ്റ എന്നാക്കി നിക്നെയിം. അങ്ങനെ പാറ്റയ്ക്കും ശകലം ചക്കയൊക്കെ കൊടുത്ത് ഞങ്ങളിങ്ങനെ ചക്കയൊക്കെ തിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ലൈഫാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പം നമ്മൾ തിരക്ക് എന്നൊക്കെ മാറിയിട്ട് നമ്മൾ ഒരു നാട്ടിൻപുറത്തൊക്കെ ലൈഫ് എൻജോയ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര രസമുള്ള കാര്യമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാമോ, ഞങ്ങളുടെ പുന്നല ശിവക്ഷേത്രത്തിൽ ഉത്സവം വരുവാണ്. നമ്മുടെ വിഷുവിൻ്റെ അന്നാണ് കൊടിയേറ്റ്. അപ്പോൾ അതും ഞങ്ങൾക്ക് ഭയങ്കര നല്ല രസമാണ് ആ ടൈമൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പം വലിയ ഉത്സവമൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല. പണ്ടൊക്കെ 4 അല്ല 7 കരക്കാർ കൂടിയിട്ടുള്ള ഒരു വലിയ ഉത്സവമാണ്. അപ്പോൾ ഭയങ്കര രസമാണ് പരിപാടികളും ഘോഷയാത്രയും അന്നദാനവും. അപ്പോൾ ഇപ്രാവശ്യത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. അന്നദാനമൊക്കെ ഉണ്ടാവണം ആണ് ആഗ്രഹിക്കുന്നത്, കാരണം അന്നദാനം കഴിക്കാൻ പോകാനായിട്ടേ. മരിക്കല്ലേ? ഇതാണ് ചെമ്പരത്തി ചക്ക എന്ന് തോന്നുന്നു ഗൈസ്. ചുമന്നിരിക്കുന്നുണ്ട്. നല്ല വരിക്ക ചക്കയാണ്. അപ്പുറത്തെ മാമി തന്നെ അവർക്ക് ചക്കയും പ്ലാവും ഒക്കെ ഉണ്ട്. പ്ലാവുണ്ട്, പ്ലാവുള്ളതുകൊണ്ട് ചക്കയുണ്ട്. നമുക്ക് ഇത് നീറിപ്പോയി. നമ്മൾ ഇന്നലെ പകുതി എടുത്തിട്ടങ്ങ് വെച്ചതാ. എനിക്ക് വയ്യ വെട്ടിപ്പറിക്കാൻ. കവറി വെച്ചോണ്ടാ, കവറി വെക്കാൻ ഇത്ര ദൂരത്തിലായിരുന്നു. ഇവിടുത്തെ അമ്മുമ്മയല്ലേ ആള്. ചക്കയൊന്നും മുറിച്ചാൽ കവറി വെക്കാൻ പാടില്ല. അത് ഫുള്ള് പോയല്ലേ? ഇത് ഫുള്ള് നീറിപ്പോയി. ഇങ്ങോട്ടെ അനിയത്തി ഭാഗം കാണിച്ചതാ. ഇത് മണ്ട കത്തിയാ. ചക്കയോ പിച്ചാത്തി കൊണ്ടോ? അല്ല ഇത് നമ്മള് കാശ് കൊടുത്ത് വാങ്ങിച്ചു വേറെ ഇതാണോ ചക്കയാണോ? അതെങ്ങനെ അറിയാം? ഇതാണോ? ഇത് ഹൈബ്രിഡാ, ഇത് നോർമലാ. ഇത് കൂഴിയാന്ന് തോന്നുന്നു. അല്ലല്ല ഇത് എങ്ങനെ എടുക്കും വലിച്ചാ? കൂഴിയാണോ? കൂഴിയാ. കൂഴിയല്ലേ? മക്കളെ ഞങ്ങൾക്ക് ചില പേപ്പർ എടുത്തുണ്ടോ? ഇത് ഫുൾ എനിക്ക് കട്ടിയില്ല, നല്ല മധുരമുണ്ട്. പത്ത് തലയിടത്തില്ല.